ഓരോ മിനിറ്റിലും ഏകദേശം 225 കോടി രൂപ ലോകം ആയുധങ്ങൾ വാങ്ങുന്നതിനായിട്ട് ചിലവഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡാറ്റ പറയുന്നത്. ഈ ഡാറ്റ പറയുന്നത് സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2025 റിപ്പോർട്ടാണ്. ഇതൊരു യുദ്ധമൊന്നും നടക്കുന്ന പീരീഡിലുള്ള ഡാറ്റയല്ല ആക്ച്വലി, അത് ആവറേജ് നോർമൽ കാലത്തുള്ളതാണ്. യുദ്ധമോ അല്ലെങ്കിൽ ഏതെങ്കിലും റീജിയണൽ കോൺഫ്ലിക്റ്റ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പേഴ്സ് ഒരുപാട് സ്പൈക്ക് ആവും. അപ്പോൾ ഇത് എല്ലാ കാലത്തും ഈ മീറ്റർ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആരാണ് ഈ മീറ്ററിൻ്റെ റിതം തീരുമാനിക്കുന്നത്? എങ്ങനെയാണ് ഈ ഒരു ഇൻഡസ്ട്രി ആസ് സച്ച് നിലനിൽക്കുന്നത്? എന്താണ് യുദ്ധത്തിന് പിറകിലുള്ള ബിസിനസ് ആക്ച്വലി? ഇതിലാരാണ് ബെനിഫിറ്റഡ് ആകുന്നത്? ഞാനും നിങ്ങളൊക്കെ പോലെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഇതിൻ്റെ ഒരു റിതം ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഇതിലൊരു മാറ്റം വരുത്താൻ സാധിക്കുമോ? ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭാഗങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ ബിസിനസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഇന്ന് ലോകത്ത് ഈ ബിസിനസ്സിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റുകളെ കുറിച്ചിട്ട് നമുക്ക് ചുമ്മാ ഒന്ന് മെൻഷൻ ചെയ്തു പോകാം. അതുപോലെ തന്നെ ഒരു യുദ്ധം കഴിഞ്ഞാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരുപാട് ബിസിനസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ട്യൂൺ സെറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്യൂച്ചറിനെ ഡിഫൈൻ ചെയ്യുന്നതിൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്കൊക്കെ ഒരു വലിയ പങ്കുണ്ട്. കാരണം എന്താ വെച്ചാൽ മിക്കപ്പോഴും പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ വലിയ പങ്ക് വഹിക്കുന്ന കാര്യങ്ങളാണ് യുദ്ധവും യുദ്ധത്തിന് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ പുരാതനമായിട്ടുള്ള കുരുക്ഷേത്ര യുദ്ധമൊക്കെ ഉണ്ടല്ലോ, ഇതിന്നൊക്കെ ഒരു മെസ്സേജ് എടുത്തുകൊണ്ട് എങ്ങനെ നമ്മുടെ ഭാവിയെ നോക്കിക്കാണാം, ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം യുദ്ധത്തിൻ്റെ ബിസിനസ് സൈഡ് പരിശോധിച്ചുകൊണ്ട് തുടങ്ങാം. 2024 ഗ്ലോബൽ മിലിറ്ററി എക്സ്പെൻഡിച്ചർ $2.72 ട്രില്യൺ കടന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ തന്നെ ഏകദേശം $1 ട്രില്യൺ അമേരിക്കയുടെ മാത്രം സംഭാവനയാണ്. ഇതിൽ തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഗെയിൻ ഉള്ളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 5 കമ്പനികളാണ് ഈ മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പ്രധാനമായിട്ടും 50% മാർക്കറ്റ് ഷെയർ. ഒന്ന് ലോക്ക്ഹീഡ് മാർട്ടിനാണ്, 2 RTX, എഗെയിൻ ബോയിങ്, നോർത്രോപ്പ് ഗമ്മൻ ആൻഡ് ജനറൽ ഡൈനാമിക്സ്. ഈ 5 കമ്പനികളാണ് ഏകദേശം 50% അമേരിക്കയുടെ മിലിറ്ററി എക്സ്പെൻഡിച്ചറിൻ്റെ മാർക്കറ്റ് ഷെയർ കൺട്രോൾ ചെയ്യുന്നത്. അമേരിക്ക കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ടോട്ടൽ ആംസ് സെയിൽസിൻ്റെ ഏകദേശം 40% അമേരിക്ക കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് ഫ്രാൻസാണ്. മുൻപ് ഈ സ്ഥാനത്ത് ഉണ്ടായിരുന്നത് റഷ്യ ആയിരുന്നു ആക്ച്വലി. പക്ഷേ റഷ്യയുടെ ഏകദേശം ഇപ്പോൾ അവരുടെ ആംസ് എക്സ്പോർട്ട് 3/1 ചുരുങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഉക്രൈൻ യുദ്ധത്തിന് അവരുടെ ഫാക്ടറികൾ ഇപ്പോൾ ആ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടാം സ്ഥാനത്തുള്ള ഫ്രാൻസ് എങ്ങനെ ഈ രണ്ടാം സ്ഥാനം കൈയാളുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഇന്ത്യയിലേക്ക് റഫേൽ വിമാനങ്ങൾ കൊടുത്തതിനെക്കുറിച്ച് അറിയാമല്ലോ. ക്രൊയേഷ്യ, അതുപോലെ ഒരുപാട് ഗൾഫ് രാജ്യങ്ങൾക്ക്, ഇന്തോനേഷ്യ, ഇങ്ങനത്തെ രാജ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ റഫേൽ വിമാനങ്ങൾ വിൽക്കുന്നത് വഴിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ് ഇതിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാം സ്ഥാനത്ത് നിലവിൽ റഷ്യയാണുള്ളത്. എഗെയിൻ നമ്മളിതിൻ്റെ ഇത് സപ്ലൈ സൈഡിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ഇതിൻ്റെ ഡിമാൻഡ് സൈഡിലേക്ക് നോക്കാം. ഡിമാൻഡ് സൈഡിൽ കഴിഞ്ഞ 5 വർഷത്തിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ ബിഗ്ഗസ്റ്റ് ഡിഫൻസ് ഇമ്പോർട്ടർ ആയിട്ടുള്ളത് ഉക്രൈനാണ്. ഇതിൻ്റെ റീസൺ സിമ്പിളാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നു, റഷ്യയുടെ ആയുധ കയറ്റുമതി കുറഞ്ഞു, ഉക്രൈൻ്റെ ആയുധ ഇറക്കുമതി ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇനി ഇതേ പ്രശ്നം റഷ്യ അവിടെ ഉണ്ടാക്കുന്ന ത്രെട്ട് കാരണം നാറ്റോ രാജ്യങ്ങൾ, പ്രധാനമായിട്ടും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ ആയുധ ഇറക്കുമതി ഏകദേശം 155% ഇതേ പീരീഡിനകത്ത് ഉയർത്തിയിട്ടുണ്ടെന്നാണ് കാണുന്നത്. ഇനി ഇത് കൂടാണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വറീഡ് ആകേണ്ടുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ്, നമ്മുടെ ഇന്ത്യയുമായിട്ട് വളരെ ചേർന്നുള്ള ഒരു ഭാഗത്തിൽ ലോകത്തിലെ ടോപ്പ് 10 ആയുധ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ 4 മിഡിൽ ഈസ്റ്റിലാണ്. ഒന്ന് ഖത്തർ, സൗദി അറേബ്യ, ഈജിപ്റ്റ് ആൻഡ് കുവൈത്ത്. ഇതിൽ സൗദിയാണ് ഏറ്റവും മുകളിൽ, പിന്നീട് ഖത്തർ, ഈജിപ്റ്റ്, കുവൈത്ത് എന്നീ രാജ്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ റീജിയണിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ടെൻഷൻ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളിത് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യങ്ങളെല്ലാം സൈൻ ചെയ്യുന്ന മിലിറ്ററി കോൺട്രാക്റ്റുകളൊക്കെ ഏകദേശം 1 കൊല്ലോ 2 കൊല്ലോ നീണ്ടു നിൽക്കുന്നതല്ല, ഡെക്കേഡ്സ് നീണ്ടു നിൽക്കുന്നതാണ്. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ള ഡിഫൻസ് കമ്പനികളുടെ സ്റ്റോക്കൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, എവിടെ ഒരു റീജിയണൽ ഇഷ്യൂ ഉണ്ടെങ്കിലും, ഒരു യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലും ഇവരുടെ സ്റ്റോക്കുകൾ ഇങ്ങനെ റാലി ചെയ്യുന്നത് കാണാം. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഡെഫിനറ്റ്ലി ഡിവിഡൻസ് കിട്ടുന്നുണ്ടാവും. ഇത് ഷെയർ ബൈ ചെയ്ത ആൾക്കാർക്ക് അവരുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുന്നത് വഴിയുള്ള അതുപോലെയുള്ള അഡ്വാൻറ്റേജുകൾ ഉണ്ടാവും. അപ്പോൾ ഡെഫിനറ്റ്ലി ലോകത്ത് ഒരു യുദ്ധമുള്ള പ്രതീതി നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ട് ബെനിഫിറ്റഡ് ആവുന്നത് ആരാണെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്തതായിട്ട് ലോകത്ത് ഇപ്പോൾ നിലവിൽ ഈ വാർ ട്രേഡിനെ നിലനിർത്തുന്ന മേഖലകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അടുത്തതായിട്ട് പരിശോധിക്കാം. പല കാരണങ്ങൾ കൊണ്ട് ലോകത്ത് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ വാർ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു യുദ്ധം നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരുപാട് ആംസ് ആവശ്യമായിട്ട് വരും. അതിങ്ങനെ പെട്ടെന്ന് ചിലവഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരുപാട് പുതിയ ഓർഡറുകൾ കിട്ടും. അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഓൾഡ് സ്റ്റോക്കൊക്കെ ചിലവായി പോകും. ഒരുപാട് പുതിയ സ്റ്റോക്കിനുള്ള ഓർഡറുകൾ
ഓർഡറുകളൊക്കെ കിട്ടും. ഇനി ഇൻ കേസ് ഏതെങ്കിലും പുതിയ യുദ്ധോപകരണങ്ങൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ പരസ്യപ്പെടുത്താനുള്ള ഒരു വെന്യൂ ആണ്. അതുപോലെ തന്നെ അത് ടെസ്റ്റ് ചെയ്തിട്ട് ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോക്കേസ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ KGF 2 നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു പുതിയ തോക്ക് വന്നിട്ട് പോലീസ് സ്റ്റേഷൻ മുഴുവൻ വെടിവെച്ചിടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ലൈക്ക് ആ ഉപകരണം ടെസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത്, ഇപ്പോൾ റീസെൻ്റ് ഇറാൻ ഇസ്രായേൽ ഇഷ്യൂ ഉണ്ടായ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ആയുധങ്ങളുടെ അതിൻ്റെ ഫീച്ചേഴ്സും മറ്റുമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാകും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതുകൊണ്ട് ബെനിഫിറ്റഡ് ആവുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ട്. ആ ഇൻഡസ്ട്രി സർവൈവ് ചെയ്യുന്നത് തന്നെ ലോകത്ത് മുഴുവൻ ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള ഫീൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഒരു ബിസിനസ്സുമായിട്ട് സ്റ്റോക്കും ഡിവിഡൻഡൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റുകൾ പറയാം. ഒന്ന് റഷ്യ ഉക്രൈൻ യുദ്ധമാണ്. 2022 ഫെബ്രുവരിയിൽ തുടങ്ങിയിട്ടുള്ള യുദ്ധം പ്രധാനമായിട്ടും പറയുന്നത് ഉക്രൈൻ നാറ്റോയിൽ ജോയിൻ ചെയ്യുമെന്നുള്ള റഷ്യയുടെ ഭീതിയും അതുവഴി അവർക്ക് പിന്നീട് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു അരക്ഷിതാവസ്ഥയൊക്കെയാണ്. ഈ അരക്ഷിതാവസ്ഥ ബോർഡറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഒരു ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിലൊക്കെ നമുക്ക് നോക്കാം. ഒരുമിച്ചുണ്ടായിരുന്ന ഒരു പ്രദേശം 1947 ബ്രിട്ടീഷുകാർ വിട്ടുപോകുന്ന സമയത്ത് 2 ഭാഗങ്ങളായിട്ട് വീതിക്കപ്പെടുമ്പോൾ അതിനുശേഷം ഒരുപാട് യുദ്ധങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ബോർഡർ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, കാശ്മീരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ക്രോസ് ബോർഡർ ടെററിസം ഫുൾ ബ്ലോൺ വാറായിട്ട് മാറിയിട്ടുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു യുദ്ധം ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് അത് സംഭവം അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ ഏപ്രിൽ മെയിൽ ഉണ്ടായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളുടെ കാര്യം എടുത്ത് നോക്കാം. നമ്മൾ ഒരുപാട് പുതിയ ആയുധങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പാകിസ്ഥാൻ അവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ആയുധങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. 2 ഭാഗത്തു നിന്നും ഒരുപാട് പബ്ലിക് നരേറ്റീവുകൾ അവരാണ് വിജയിച്ചത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഇതിൽ ഏതാണ് ശരിയെന്നോ മറ്റോ അങ്ങനത്തെ കാര്യങ്ങളല്ല നമ്മുടെ ഈ വിഷയത്തിലുള്ള ചർച്ച. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ യുദ്ധ സാഹചര്യം ഉണ്ടാകുന്നതോട് കൂടിയിട്ട് ഒരുപാട് പുതിയ ഡിഫൻസ് ഓർഡറുകൾ 2 രാജ്യങ്ങളും ചെയ്തിട്ടുള്ളത് നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇന്ത്യ ആയിരക്കണക്കിന് കോടിയുടെ പുതിയ ഓർഡറുകൾ കൊടുക്കുന്നു. സമാനമായിട്ട് പാകിസ്ഥാൻ്റെ കയ്യിൽ 5 പൈസയില്ല, ബട്ട് സ്റ്റിൽ അവരെന്ത് ചെയ്യുന്നു, ഒരുപാട് കടക്കണിയിലുള്ള രാജ്യമാണ്. ഇപ്പോൾ റീസെൻ്റ് ഒരു വാർത്ത വായിച്ച് ചൈന അഗൈൻ ഒരു $3 ബില്യൺ ലോൺ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ പാകിസ്ഥാനിന് അവർ 50% ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ പോകുന്നു. അങ്ങനത്തെ വാർത്തകളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ കടക്കണിയിലുള്ള രാജ്യം പോലും സെക്യൂരിറ്റിയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഒരു പ്രതീതി ജനങ്ങൾക്കിടയിൽ ജനിപ്പിച്ച് അവരെന്ത് ചെയ്യുന്നുണ്ട്, പുതിയ യുദ്ധോപകരണങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ജനസമ്മതി നേടിയെടുക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു പരിധി വരേക്കും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. യുദ്ധമുണ്ടാകുമെന്നുള്ള പ്രതീതി ഉണ്ടെങ്കിൽ അത് ജനങ്ങൾ കൂടി അതിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആരാണോ ഭരണം കൈയാളുന്നത് അവരുടെ നടപടിക്രമങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യായീകരിക്കാൻ പറ്റും. ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു ഏരിയയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഇസ്രായേൽ ഇഷ്യൂവിലൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കണ്ടത്. ഇസ്രായേൽ എപ്പോഴും അവരുടെ ബോർഡറിലുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട് ഒരു റീജിയണൽ ടെൻഷൻസ് ഉണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എബ്രഹാം അക്കോർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സൗദി അറേബ്യയുമായിട്ടും UAE അവർ ബന്ധം മെച്ചപ്പെടുത്തുന്ന ഭാഗങ്ങളൊക്കെ തുടങ്ങി. അതായത് അറബ് സ്റ്റേറ്റ്സുമായിട്ട് അവർ ബന്ധം മെച്ചപ്പെടുത്തുന്നുണ്ടെങ്കിലും 2023 ഒക്ടോബറിന് ശേഷം അവർ ഒരു ഫുൾ ബ്ലോൺ വാറിലേക്ക് ഇസ്രായേൽ ആ പ്രദേശത്തെ മാറ്റിയിട്ടുണ്ട്. അവരെല്ലാ രാജ്യങ്ങൾക്ക് നേരെയും യുദ്ധം പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ അറ്റാക്കുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അവർ പറയുന്നത് October 7 നടന്നിട്ടുള്ള ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ എല്ലാവർക്കും അറിയുന്ന പോലെ, എനിക്കൊന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും, October 7 അല്ലെങ്കിൽ 2023 അല്ലല്ലോ ചരിത്രം ആരംഭിക്കുന്നത്. ഇതിന് മുൻപ് ഒരു വലിയ ഹിസ്റ്ററി ഈ ഫലസ്തീനുമായിട്ടും ഇസ്രായേലുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ജസ്റ്റ് ആ ഒരു പോയിന്റ് മാത്രം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇതിനെ വിശദീകരിക്കാൻ പറ്റില്ല. ബട്ട് ദെൻ നമുക്ക് ആ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് എഗെയിൻ ഇത് ഇസ്രായേലിലുള്ള ഡിഫൻസ് കമ്പനികൾക്കൊക്കെ ഏകദേശം $13.8 ട്രില്യൺ ബിസിനസ്സാണ് 2023-24 കാലഘട്ടങ്ങളിൽ മാത്രം ലഭിച്ചത് എന്ന് കാണുന്നുണ്ട്. ശരിക്കും ഇസ്രായേൽ ചെറിയൊരു രാജ്യമാണ്. അത് ഏകദേശം 1.25 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് ആ ചെറിയ രാജ്യത്തിലുള്ള ആയുധ മാനുഫാക്ചേഴ്സിന് കിട്ടുന്നുണ്ട്. അതുപോലെ അമേരിക്ക കൈ അയച്ച് അവർക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നു. ആയുധങ്ങൾ സപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അമേരിക്കയുടെ സ്റ്റോക്കിൽ നിന്ന് ഇസ്രായേലിന് കൊടുക്കുന്നു, ഉക്രൈനിന് കൊടുക്കുന്നു. ഓട്ടോമാറ്റിക്കലി അവിടെ റീപ്ലെനിഷ് ചെയ്യേണ്ട റിക്വയർമെൻറ്റ് വരും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, പുതിയ മിലിറ്ററി ഓർഡറുകൾ കൊടുക്കുന്നു. എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ലോക്ഹീഡ് മാർട്ടിനോ ബോയിങ്ങോ പോലെയുള്ള കമ്പനികൾക്ക് അത് പുതിയ ഓർഡറുകളായിട്ട് വരുന്നു. അപ്പോൾ ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ്റുകൾ ലോങ് ടേം കോൺട്രാക്റ്റുകൾ കൊടുക്കും. അടുത്ത 10 കൊല്ലത്തേക്ക് ഇത്ര വിമാനങ്ങൾ നൽകണം, ഇത്ര മിസൈലുകൾ നൽകണം എന്നൊക്കെയുള്ള പ്രൊക്വയർമെൻറ്റ് എഗ്രിമെൻറ്റുകൾ നൽകും. അതേസമയം ഒരു യുദ്ധമൊക്കെ നടക്കുന്ന പോയിന്റിൽ വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ കയ്യിൽ വലിയ സ്റ്റോക്ക് പൈലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചിലവഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ കയ്യിൽ ഒരുപാട് ചിലവാകാത്ത സ്റ്റോക്ക് പൈൽ ഉണ്ടെന്ന് വെക്കുക, നമ്മൾ എന്ത് ചെയ്താൽ മതി, ലോകത്ത് ഒരു യുദ്ധം ഉണ്ടാകാൻ വേണ്ടുന്ന സാഹചര്യം ഒരുക്കിയാൽ മതി, അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ബേസിക്കലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ സ്റ്റോക്ക് പൈൽ തീർക്കണമെന്നുണ്ടെങ്കിൽ യുദ്ധം വേണം.
യുദ്ധത്തിൻ്റെ ബേസിക് ബിസിനസ് എന്ന് പറയേണ്ടത് യുദ്ധം ഉണ്ടാവുക എന്നുള്ളത്, അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ അടിസ്ഥാനമായിട്ടാണ്. അപ്പോൾ ഇനി ഇതുപോലെ പ്രാദേശികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ചൈന, സൗത്ത് ചൈന സീലോ അല്ലെങ്കിൽ അതിൻ്റെ പ്രദേശത്തുള്ള നൈബറിങ് നേഷൻസുമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് തായ്വാൻ ഒരുപാട് പുതിയ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു, വിയറ്റ്നാം ചെയ്യുന്നു, അതുപോലെ ജപ്പാൻ, US എന്നും മറ്റുമൊക്കെ വാങ്ങുന്നു. നോർത്ത് കൊറിയ പുതിയ മിസൈലുകൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അമേരിക്കൻ മിലിറ്ററി എക്യുപ്മെൻറ്റ് മാനുഫാക്ചറേഴ്സിന് ഒരുപാട് പുതിയ ഓർഡറുകൾ ലഭിക്കുന്നു. ഇതൊക്കെ നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ നൈബറിങ് നേഷൻസ് ആൾസോ ഈ ഒരു ഫിയറിൽ വരും. ഇപ്പോൾ 2023 ശേഷം വളരെ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ എല്ലാ ഭാഗത്തേക്കും യുദ്ധം ആരംഭിച്ചതോട് കൂടിയിട്ട്, അല്ലെങ്കിൽ അറ്റാക്കുകൾ തുടങ്ങിയതോട് കൂടിയിട്ട് അറബ് നേഷൻസും ഒരുപാട് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. കാരണം ഓരോരുത്തർക്കും അവരുടെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളത് വലിയൊരു ഭാഗമാണ്. അപ്പോൾ സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ട് എന്നുള്ള ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ വാർ ഇൻഡസ്ട്രിക്ക് നിലനിൽക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കുകയാണ്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഇതിനെ കൊണ്ട് എന്ത് ബെനിഫിറ്റ്? നമ്മൾ അതിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതിലെ കൂട്ടി വായിക്കേണ്ടുന്ന ഒരു ഭാഗമുണ്ട്. റിവോൾവിംഗ് ഡോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് ആർമിയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളുകൾ പിന്നീട് വെപ്പൺ മാനുഫാക്ചറേഴ്സിൽ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ജോലി നേടുന്നു. ആ ജോലി നേടിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഭാവിയിൽ അവിടെ ഒരു പൊസിഷൻ കണ്ടുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പുതിയ ആയുധങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് ഓർഡർ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തിരിച്ചും ചെയ്യാൻ പറ്റും. അതായത് ആംസ് മാനുഫാക്ചറുടെ സൈഡിൽ വർക്ക് ചെയ്തിട്ട് പിന്നീട് ഗവൺമെൻറ്റിലേക്ക് വരുന്നു. ഓട്ടോമാറ്റിക്കലി അവർക്ക് ഹിതകരമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ എടുക്കുന്നതിലേക്ക് വളരെ എളുപ്പമായിരിക്കും. അമേരിക്കയിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അമേരിക്കയിൽ ശരിക്കും ഏറ്റവും കൂടുതൽ ആളുകളെ എംപ്ലോയ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെപ്പൺസ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. അതോടുകൂടിയിട്ട് ഈ ജോലികൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ലോകത്ത് ശരിക്കും സമാധാനം പുലരാൻ പാടില്ല. അല്ലെങ്കിൽ എപ്പോഴും ഒരു ടെൻസ്ഡ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഇൻഡസ്ട്രി നിലനിൽക്കുകയുള്ളൂ. മാത്രമല്ല അവിടെ ലോബിയിങ് അലൗഡാണ്. ലോബിയിങ് അലൗഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രഷർ ഗ്രൂപ്പുകളായിട്ട് മാറിയിട്ട് US കോൺഗ്രസിനെ കൊണ്ടും മറ്റുമൊക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ള വിധികൾ ഗവൺമെൻറ്റിനെ കൊണ്ടൊക്കെ എടുപ്പിക്കാൻ സാധിക്കും. ഇനി യുദ്ധങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. യുദ്ധത്തിൽ മാത്രമാണോ ബിസിനസ് എന്നുള്ളതാണ് ചോദ്യം. അല്ല, യുദ്ധം കഴിഞ്ഞിട്ടുള്ള റീകൺസ്ട്രക്ഷനും വലിയ ഒരു ബിസിനസ്സാണ്. ഇതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീകൺസ്ട്രക്ഷൻ്റെ കോൺട്രാക്റ്റുകളും ഏകദേശം ഈ വെപ്പൺ മാനുഫാക്ചറിങ് കമ്പനികളുടെ സബ്സിഡറികൾക്കൊക്കെ തന്നെ ലഭിക്കുന്ന ഒരുപാട് രേഖകളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 2003 തുടങ്ങിയ ഇറാഖ് യുദ്ധം ഉണ്ടല്ലോ. ഈ ഇറാഖ് യുദ്ധത്തിന് ശേഷം US പൊളിറ്റിക്കൽ ഫിഗേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കമ്പനികൾക്ക് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ റീകൺസ്ട്രക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ബില്യൺസിൻ്റെ കോൺട്രാക്റ്റുകൾ കിട്ടിയതായിട്ട് രേഖകൾ കാണുന്നുണ്ട്. ഇതിന് സമാനമായിട്ട് ഇപ്പോൾ ഉക്രൈനിലെ സിനാരിയോ നോക്കാം. ഉക്രൈനിൽ ബോംബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 10,000 സോൾജേഴ്സ് മരിച്ചിട്ടുണ്ട്. മില്യൺസ് ഓഫ് സിവിലിയൻസ് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഇവിടെ ഏകദേശം ഇപ്പം തന്നെ കണക്കാക്കപ്പെടുന്നത് $400 ബില്യൺ വേണ്ടി വരും അവിടെ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഇറാനിലെയും ഇസ്രായേലിലെയും റീസെൻറ്റ് വാറുമായി ബന്ധപ്പെട്ടിട്ട് നോക്കാം. ഏകദേശം $40 ബില്യൺ റീകൺസ്ട്രക്ഷൻ ഇറാനിൽ വേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ പകുതിയെങ്കിലെങ്കിൽ അതിന് മുകളിലൊരു നമ്പർ ഇസ്രായേലിൽ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ റീകൺസ്ട്രക്ഷന് വേണ്ടിയുള്ള ഓർഡറുകളും മിക്കപ്പോഴും പോകുന്നത് ഈ വെപ്പൺ മാനുഫാക്ചറിങ് കമ്പനികളുടെ സബ്സിഡറി കമ്പനികൾക്ക് തന്നെയാണ് റീകൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റുകളും കിട്ടുന്നത്. ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സർവൈവേഴ്സ് ഉണ്ടാവുമല്ലോ. കൊല്ലപ്പെട്ടു പോയ ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചങ്ങ് പോയാൽ മതി, അവർക്ക് കാര്യങ്ങൾ സുഖമാണ്. പക്ഷേ ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നോർമാലിറ്റിയിലേക്കുള്ള തിരിച്ചു വരവ് വളരെ ദുർഘടമായിട്ടുള്ളതാണ്. പലപ്പോഴും നമുക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല, കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവില്ല, റോഡുകൾ ഉണ്ടാവില്ല, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവില്ല. ഒരു ആവറേജ് ഒരാൾ ഏകദേശം 10 വർഷമെങ്കിലും ഒരു യുദ്ധം കാരണം ഡിസ്പ്ലേസ്ഡ് ആകുമെന്ന് പറയുന്നുണ്ട്. അയാൾക്കൊരു നോർമൽ ലൈഫ് അച്ചീവ് ചെയ്യാൻ മിനിമം 10 വർഷമെങ്കിലും എടുക്കും. ഇനി പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതുവഴി സിവിലിയൻസിന് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഒരു ഭാഗം വേറെയാണ്. അപ്പോൾ യുദ്ധം ശരിക്കും യുദ്ധം കഴിഞ്ഞു എന്ന് പറയുന്ന സമയത്ത് ആ യുദ്ധം കഴിയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ഉണ്ടാക്കിയ ആൾക്കാർക്ക് മാത്രമാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് ഉറ്റവരെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഭാഗമാണ്. ഇനി അതല്ല, നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട്, നമ്മുടെ നൈബേഴ്സ്, നമ്മുടെ കംപ്ലീറ്റ് ഇക്കോ സിസ്റ്റം ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു പക്ഷേ അവരുടെ ജീവിതകാലത്ത് ചിലപ്പോൾ നമ്മൾ കയറില്ല. അപ്പോൾ യുദ്ധമൊന്നും കാണാത്ത ഒരു വലിയ ശതമാനം ആളുകളും ചിന്തിക്കുന്നത് യുദ്ധം എന്ന് പറയേണ്ടത് ക്രിക്കറ്റിലോ ഫുട്ബോളിലോ ഒക്കെ സ്കോർ നോക്കുന്ന പോലത്തെ ഒരു സംഭവം എന്നുള്ളതാണ്. അതായത് ഒരു 1.5 മണിക്കൂർ കളിയിൽ ആര് എത്ര ഗോൾ അടിച്ചു, അവർ ജയിച്ചു എന്ന് പറയുന്നത്. പക്ഷേ യുദ്ധത്തിൽ ശരിക്കും നരേറ്റീവുകളുണ്ട്. അതായത് ഒരു യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 രാജ്യങ്ങൾക്കിടയിലുള്ള പ്രശ്നമാണെന്ന് വെക്കുക, 2 ഭാഗത്തും പബ്ലിക് ഡിസ്കോഴ്സ് അത് അവർക്ക് അനുകൂലമായിട്ട് മാറ്റാനുള്ള ശ്രമങ്ങളുണ്ടാവും. കാരണം ഇതെന്താ വെച്ചാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എല്ലാ രാജ്യങ്ങളിലും ഭരണാധികാരികൾക്ക് അവരിതെന്തിന് ചെയ്തു എന്നുള്ളതിനെ ന്യായീകരിക്കേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ട് അവരുടേതായിട്ടുള്ള നരേറ്റീവുകൾ കൺട്രോൾ ചെയ്യും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് AI പോലെയുള്ള ഡീപ് ഫേക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലത്ത് ഒരുപാട് ഫേക്ക് ഇൻഫോർമേഷൻ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഒരു ഫുൾ പിക്ചർ കാണാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു ആയുഷ്കാലത്തിൽ നടന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് എല്ലാത്തിനും അസസ് ചെയ്യുക. കഴിഞ്ഞൊരു 60-70 കൊല്ലക്കാലം നമ്മൾ ജീവിക്കുക. അപ്പോൾ ഒരു 30 വയസ്സൊക്കെ ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം
അയാളുടെ ജീവിതകാലത്തിൽ ഒരുപക്ഷെ അയാൾ വായിച്ചറിഞ്ഞ ഒരു കാലം വേറെ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് കണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും. പക്ഷേ ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയോ ഈ കാര്യങ്ങളൊക്കെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള വേർതിരിവുകളൊക്കെ വരുന്നതിന് മുൻപ് കോടിക്കണക്കിന് വർഷമായിട്ട് ഈ ഭൂമി ഇത്തരത്തിലുണ്ട്. മനുഷ്യർ വന്നിട്ട് ലക്ഷക്കണക്കിന് വർഷമായി, എന്നിട്ടും കുറേ കാലമൊക്കെ നിലനിന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് കാണുന്ന പോലെയുള്ള രാജ്യാതിർത്തികളും മറ്റുമൊക്കെ കുറച്ചും കൂടെ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഫിനോമിനയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ആളുകൾ തല്ലുകൂടുന്നതിലോ വിജയിക്കുന്നതിലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അർത്ഥമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇങ്ങനെ ഒരു പ്രയോഗം കേട്ടിട്ടുണ്ട്. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ സാറിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട് ഒരു ഡയലോഗ്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരേ നാട്ടിൽ തന്നെ കുറേ കാലം ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നാടാണ് ലോകത്തിൻ്റെ സെൻറ്റർ എന്നൊക്കെ തോന്നും. അവിടുന്ന് ആ ഭാഗം വെച്ചിട്ടാണ് നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അവർ യുദ്ധമൊന്നും കണ്ടിട്ടില്ല, യുദ്ധം വഴി ഡിസ്പ്ലേസ്ഡ് ആയിട്ടില്ല. നമുക്ക് യുദ്ധം എന്ന് പറയേണ്ട കുറേ നമ്പറുകളാണ്. നമ്മൾ അവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്തു, ഇവിടെ അറ്റാക്ക് ചെയ്തു, ഇത്ര ആൾ മരിച്ചു, ഇത്ര റോക്കറ്റ് വിട്ടു, മിസൈൽ വിട്ടു, ആഹാ എന്ത് കളറുള്ള മിസൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഭാഗത്തേക്കും ന്യായീകരിക്കാം, അല്ല ആരുടെ പക്ഷം വേണമെങ്കിലും ചേരാം. പക്ഷേ നമ്മൾ സിവിലിയൻസിനെ കുറിച്ച് ആലോചിക്കുക, ഇതിലൊക്കെ ഡിസ്പ്ലേസ്ഡ് ആവുന്ന സിവിലിയൻസിനെ കുറിച്ച് ആലോചിക്കുക. ഇപ്പോൾ ആർമിയിലൊക്കെ വർക്ക് ചെയ്യുന്ന മിക്കപ്പോഴും യൂത്തായിരിക്കും. അപ്പോൾ ആ നല്ല പ്രായത്തിൽ മരിച്ചു പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും. എന്നാൽ മിക്കപ്പോഴും ഇവർക്ക് വേണ്ടി ഈ ഡിസിഷനൊക്കെ എടുക്കുന്ന ആൾക്കാർ, പൊളിറ്റീഷ്യൻസ് മിക്കപ്പോഴും നല്ല പ്രായമുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ശരിക്ക് മുതിർന്ന ആളുകൾ എടുക്കുന്ന ഡിസിഷൻസിൻ്റെ ബ്രണ്ട്, ശരിക്കും അതിൻ്റെ റിസ്ക് മുഴുവൻ ബെയർ ചെയ്യുന്നത് പിന്നീടുണ്ടാകുന്ന അവരുടെ തൊട്ടടുത്ത ജനറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ജനറേഷനൊക്കെയാണ്. ആൻഡ് ഇതിൻ്റെ ട്രോമയോ പിന്നീടുള്ള ഒരുപാട് ജനറേഷനുകളിലേക്ക് നീണ്ടു നിൽക്കുന്ന നിലയ്ക്ക് പോകും. ഇനി ഇതിൻ്റെയൊക്കെ നരേഷൻസ് കൺട്രോൾഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലുള്ള വിഷയം എന്താണെന്നറിയോ? നരേഷൻസ് ഹെയ്റ്റായിട്ട് മാറും. ഒരു യുദ്ധം കഴിഞ്ഞാൽ അതിൻ്റെ പിന്നീടുള്ള നരേഷൻസിനെ കൺട്രോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഹെയ്റ്റ് നിലനിൽക്കുകയും പിന്നീട് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അത് ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യത്തിലേക്കോ അല്ലെങ്കിൽ യുദ്ധത്തിലേക്കോ നയിക്കാനുള്ള പോസിബിലിറ്റി നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളിൽ, ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറാനുമായിട്ടുള്ള വിഷയത്തിൽ ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് നിർമ്മിക്കുന്നു അല്ലെങ്കിൽ നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഭീതി കാരണം ഇസ്രായേൽ അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്നൊരു ഭാഗമുണ്ടല്ലോ. ഇനി ഇതിൻ്റെ നരേറ്റീവിൽ എന്താ പറയുക, ഇറാൻ തോറ്റുന്നു അല്ലെങ്കിൽ ഇസ്രായേൽ തോറ്റുന്നു, രണ്ട് പക്ഷം എന്തുണ്ടാകും, അടുത്ത ഒരു യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാകും. കൂടുതൽ ബെറ്റർ ഇപ്പോൾ രണ്ട് ഭാഗത്തൊന്നും അവർക്ക് എവിടെയൊക്കെയാണ് പാളിയതെന്ന് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ടാവും, അവരുടെ അടുത്ത സെറ്റ് ഓഫ് ആയുധങ്ങളും മറ്റുമൊക്കെ റെഡിയാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. ബട്ട് ദെൻ ഹൂ ഗെയിൻസ്? ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഗെയിനൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വെപ്പൺ മാനുഫാക്ചറേഴ്സിനല്ലാതെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്കല്ലാതെ മറ്റാർക്കും ഇതിൽ ഗെയിൻ ഉള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും എങ്ങനെ നമുക്ക് ഇതിൻ്റെ സൈക്കിൾ ബ്രേക്ക് ചെയ്യാമെന്നുള്ളതാണ് നമുക്കിനി അടുത്തതായിട്ട് പറയാം. ഒന്നാമത്തേത് നമുക്ക് ഡിമാൻഡ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നമ്മൾ ചുമ്മാ യുദ്ധത്തിന് വേണ്ടി കൊടി പിടിക്കുന്നതിന് പകരം ഓരോ ആംസ് ഡീലുകൾ നടക്കുന്ന സമയത്തും അതിൻ്റെ ഒരു ലോജിക്കൽ സൈഡ് എന്താണെന്നുള്ളത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. പലപ്പോഴും ഒരു സ്കെപ്റ്റിക്കൽ വ്യൂ പോയിൻറ്റിൽ കാര്യങ്ങളെ നിരീക്ഷിക്കണമെന്നാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പബ്ലിക് നരേറ്റീവിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ പോലും അയാൾക്കൊരു ത്രെട്ട് പെർസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബിഹൈൻഡിൽ അല്ലെങ്കിൽ അതിൻ്റെ ബിഹാഫിൽ എടുക്കുന്ന എല്ലാ ഡിസിഷൻസിനും അയാൾക്ക് ഓക്കെ ആയിരിക്കും. ജസ്റ്റ് ദാറ്റ് അയാളെ കൺവിൻസ് ചെയ്താൽ മതി, ഒരു ത്രെട്ട് സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് കൺവിൻസ് ചെയ്താൽ മതി. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അതിനെക്കൊണ്ട് അയാൾ ബെനിഫിറ്റഡ് അല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യപ്പെടേണ്ടുന്ന ഒരു രാജ്യത്ത് അത് മെച്ചപ്പെടുത്തുന്നതിന് പകരം വലിയ ഒരു ശതമാനം GDPയുടെ ഷെയറും ഈ യുദ്ധോപകരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിലേക്കും അല്ലെങ്കിൽ ഭാവിയിൽ ഒരു യുദ്ധം വന്നേക്കാം എന്നുള്ള ഭീതിയിൽ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നതിലേക്കും പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ശരിക്കും ഒരു ഡൈവേർഷൻ ഓഫ് ഫണ്ട്സാണ്. അപ്പോൾ മുൻപൊക്കെ എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്, ചൈന ഇടയ്ക്കിടയ്ക്ക് ബോർഡറിൽ ഇഷ്യൂ ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ത്യ സ്വാഭാവികമായിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ 10,000 കോടി രൂപയുടെ ആയുധങ്ങളും മറ്റുമൊക്കെ ഓർഡർ ചെയ്യും. അപ്പോൾ ചൈന വലിയ ഒരു ഇൻഡസ്ട്രിയൽ രാജ്യമായിട്ട് മുന്നേറിയ ഒരു പോയിന്റിൽ അവർക്ക് അതിനെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിന് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു എക്കോണമി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യക്ക് ആ ഒരു ത്രെട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടിയിരുന്ന ഫണ്ട് പലപ്പോഴും നമുക്ക് മിലിറ്ററി പവർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മുടെ വികസനത്തിൻ്റെ വേഗം കുറഞ്ഞില്ലേ? ഇപ്പോൾ ഒരു ത്രെട്ട് പെർസെപ്ഷൻ ഉണ്ടാക്കിയ ഒരു 50,000 കോടി മാറ്റിവെച്ചാൽ വികസനത്തിന് കിട്ടേണ്ടിയിരുന്ന ഒരു 50,000 കോടിയാണ് നമ്മൾ മാറ്റി വെക്കപ്പെടുന്നത്. അപ്പോൾ ലോകത്ത് പീസിന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും ജനജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിലേക്ക് ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആംസ് ഡീലുകളോ ഡിഫൻസ് ബജറ്റൊക്കെ അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവുകയും പരമാവധി ഇപ്പോൾ നൈബറിംഗ് നേഷൻസ് എന്നാണല്ലോ ത്രെട്ട് വരെ എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പോൾ ഇമ്മീഡിയറ്റ് ത്രെട്ട് മിക്കപ്പോഴും അവരുടെ നൈബറിംഗ് നേഷൻസ് എന്നായിരിക്കും. പക്ഷേ നൈബറിംഗ് തന്നെ ആവണം എന്നില്ല ഒരു ത്രെട്ട് പെർസെപ്ഷനൊക്കെ ഉണ്ടാവാൻ. ഇപ്പോൾ റീസെൻ്റ്ലി ഇറാൻ ഇസ്രായേൽ ഇഷ്യൂ ഉണ്ടായ സമയത്ത് അതിൻ്റെ നടുവിൽ ഇറാഖ് എന്ന് പറയുന്ന വലിയൊരു രാജ്യമുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നിട്ടാണ് ഇവർ യുദ്ധം ചെയ്തിരുന്നത്. അതിനെക്കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. ഈ മറ്റൊരു കാര്യം നമുക്ക് സ്ട്രെങ്തൻ ദി മീഡിയ ലിറ്ററസി എന്ന് പറയുന്നതാണ്.
ഫിയർ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രധാന ഫാമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയകളെന്ന് പറയുന്നത്. അപ്പോൾ ആ മീഡിയകളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മീഡിയയിൽ വിശ്വസിക്കുന്നതിന് പകരം മൾട്ടിപ്പിൾ ആയിട്ടുള്ള മീഡിയ സോഴ്സുകളിൽ നിന്നായിരിക്കണം നിങ്ങളുടെ ഇൻഫോർമേഷൻ്റെ സോഴ്സായിട്ട് മാറ്റേണ്ടത്. എന്താണെന്ന് വെച്ചാൽ സെൻസേഷണലിസം കൊണ്ട് കേരളത്തിലൊക്കെ യുദ്ധം നടക്കേണ്ടത് കേരളത്തിലെ മീഡിയ ചാനലുകളിലാണോ എന്ന് വരെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ന്യൂസ് കവറേജുകൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് എനിക്കൊരിക്കൽ പോലും അങ്ങനത്തെ ഒരു വാർത്ത കാണാൻ തോന്നിയിട്ടില്ല. പക്ഷേ പലപ്പോഴും അതിനെക്കുറിച്ചുള്ള ട്രോളുകളും മറ്റുമൊക്കെ കാണുന്ന സമയത്ത് ഇവർക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ യുദ്ധം എന്ന് പറയുന്നത് ഇത്ര ലൈറ്റ് മൂഡിൽ എടുക്കേണ്ട ഒരു വിഷയമാണോ എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ദെൻ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പീസ്ഫുൾ ആയിട്ടുള്ള ടൈമിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് സപ്പോർട്ട് പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്റ്റ്, സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ചുകൾ ഉണ്ടാവുക, ജോയിൻറ്റ് ബിസിനസ് വെഞ്ചറുകൾ ഉണ്ടാവുക, അതല്ല നമ്മളൊക്കെ പല പല മതങ്ങളിലും വിശ്വാസങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റിലീജിയസ് പ്ലേസുകളിലേക്കുള്ള പിൽഗ്രിമേജുകളാവാം. ഇങ്ങനെ ഇതൊക്കെ കൂടുതൽ ഫോസ്റ്റർ ചെയ്തിട്ട് എല്ലാ രാജ്യങ്ങൾക്കിടയിൽ, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഇടയിലുള്ള കാര്യങ്ങൾ നോക്കാം. ശരിക്കും നമുക്കിടയിലുള്ള ഈ ആയുധങ്ങൾ വാങ്ങുന്ന ബജറ്റ് പോലും വേണ്ടി വരില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തിട്ട് എല്ലാ കാലത്തേക്കും പറ്റുന്ന രീതിയിലുള്ള, അപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നമുക്ക് അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളുകളുണ്ട്. മുൻപ് പരസ്പരം തല്ലി എന്താ പറയുക, സെക്കൻഡ് വേൾഡ് വാർ പീരീഡിലൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്ന രാജ്യങ്ങളാണ് ഫ്രാൻസും ജർമ്മനിയൊക്കെ. അവരൊക്കെ ഇപ്പോൾ ഇന്ന് നല്ല നിലയ്ക്ക് ജീവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ ആണിക്കല്ല് ഇവരൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ശരിക്കും പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ഒരു 60-70 കൊല്ലത്തെ റൈവൽറിയുടെ ഹിസ്റ്ററി അല്ലേ ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള സംഭവത്തിനുള്ളൂ. ഒരു 70-80 കൊല്ലത്തെ തന്നെ കൂട്ടിക്കോളി. പക്ഷേ അത്ര കാലമായിട്ടുള്ളൂ ഈ ഭൂമി ഉണ്ടായിട്ട്, അല്ലെങ്കിൽ മനുഷ്യർ ഈ പ്രദേശത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് അത്ര കാലമായിട്ടുള്ളൂ. അല്ലല്ലോ, ആയിരക്കണക്കിന് വർഷമായിട്ട് മനുഷ്യർ ജീവിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഒന്ന് സൂം ഔട്ട് ചെയ്തിട്ട് ഹിസ്റ്ററിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇതൊരു ചെറിയ പീരീഡിലുള്ള പ്രോബ്ലം ആണെന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ പരസ്പരമുള്ള ഒരുപാട് എന്താ പറയുക എൻഗേജ്മെൻറ്റുകൾ കൂട്ടിക്കഴിഞ്ഞാൽ അതുവഴി നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിപ്ലോമസിയെ പ്രൊമോട്ട് ചെയ്യുക, ഇൻ്റർനാഷണൽ എഫേർട്ടുകൾ ഉണ്ടാവുക, യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്നതിലും അതുപോലെ തന്നെ കൈമാറ്റം ചെയ്യുന്നതിലും മറ്റുമൊക്കെ പ്രധാനമായിട്ടുള്ള ഇൻ്റർനാഷണൽ ഡിപ്ലോമസിയൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ മേഖലയിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് അവസാനമായിട്ട് മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധക്കളം കൂടെ ഒന്ന് സ്മരിച്ചുകൊണ്ട്, അതായത് യുദ്ധവും യുദ്ധത്തിൻ്റെ പരിണാമവും ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് കൂടെ ഒന്ന് ഓർത്തെടുത്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. യുദ്ധത്തിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പാണ്ഡവർക്ക് അവകാശപ്പെട്ടിട്ടുള്ള രാജ്യം തിരിച്ചു കൊടുക്കാതെ കൗരവർ അവരെ കളിപ്പിച്ചപ്പോൾ പിന്നീട് അതൊരു യുദ്ധത്തിൽ സമാപിക്കുകയായിരുന്നു. പക്ഷേ യുദ്ധാനന്തരം എന്താണ് ഉണ്ടായതെന്നുള്ളത് നോക്കിയിട്ടുണ്ടോ? രണ്ട് ഭാഗത്തും ബന്ധുമിത്രാദികളായിരുന്നു. ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാരൊക്കെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. യുദ്ധത്തിന് ശേഷം ശരിക്ക് സമാധാനത്തോടു കൂടി പാണ്ഡവർ ജീവിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. കൃഷ്ണൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. അതുപോലെ പാണ്ഡവരാരും, അതായത് ദ്രൗപദിയുടെ എല്ലാ മക്കളും മരിച്ചു. ഇഷ്ടകാലം നമ്മൾ ഒരുപാടൊന്നും അവർ നല്ല നിലയ്ക്ക് ജീവിച്ചതായിട്ട് കാണുന്നില്ല. ആർക്കും മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ യുദ്ധം ഏൽപ്പിച്ച ശാരീരികമായിട്ടുള്ള മുറിവുകളല്ല, മനസ്സിലേൽപ്പിച്ച മുറിവുകളുണ്ടായിരുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പരസ്പരം തമ്മിൽ തല്ലി കോടിക്കണക്കിന് ആളുകൾ മരിക്കുന്നതിലേക്കുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടാണ് ശരിക്കും ആ യുദ്ധം തീരുന്നത്. അപ്പോൾ ആവശ്യം ന്യായമായിരുന്നു എന്നുണ്ടെങ്കിലും ആ യുദ്ധത്തിൽ ഒരുപാട് ചതിപ്രയോഗങ്ങളും മറ്റുമൊക്കെ നടത്തിയിട്ട് തന്നെയാണ് ഇരു കൂട്ടരും ഒരു പക്ഷേ ആ യുദ്ധത്തിൽ വിജയം നേടുന്നതിലേക്ക് പൊരുതിയതും പിന്നീട് പാണ്ഡവർ അതിൽ വിജയിക്കുകയും ചെയ്തത്. പാണ്ഡവ പക്ഷത്തും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ നാശനഷ്ടങ്ങളൊന്നും നികത്താൻ കഴിയാതെയാണ് പിന്നീടുള്ള കാലം അവരതിൻ്റെ ഒരു വേദനയിലും മറ്റുമൊക്കെ ജീവിച്ച് കാലം തീർക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ലെസൺ എടുക്കാനുണ്ടെങ്കിൽ യുദ്ധത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങനെ വിജയിക്കുന്നില്ല. യുദ്ധത്തിൽ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ വീഡിയോയിൽ നമ്മൾ തുടക്കത്തിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ളതും നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പക്ഷേ ഇന്നത്തെ കാലത്ത് നടക്കുന്ന യുദ്ധങ്ങളിൽ വളരെ ക്ലിയറായിട്ട് വിജയിക്കുന്ന ആളുകളുണ്ട്. അവരെ ഇനിയും വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോകത്ത് ഇനിയും യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു റെസ്പോൺസിബിൾ ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് നമ്മളെപ്പോഴും പ്രൊമോട്ട് ചെയ്യേണ്ടത് ഒരു ആൻറ്റി വാർ സ്റ്റാൻസ് തന്നെയാണ്. കാരണം വികസനമാണ് നമ്മുടെ അജണ്ട എന്നുണ്ടെങ്കിൽ അതിന് യുദ്ധം വലിയൊരു തടസ്സമാണ്. ഇത് നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ടുന്ന വസ്തുതയാണ്.